ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി ഫോർ ഓഫീസ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാരിയൊക്കെ ചുറ്റിട്ട് വരാം, എന്നിട്ട് മേക്കപ്പ് ഇടണം. സാരി ഇടുന്ന ഞാൻ നല്ലപോലെ വിയർത്തു. അപ്പോൾ ഞാനൊരു ടിഷ്യൂ എടുത്തങ്ങ് തുടച്ച് കളഞ്ഞിറക്കി. അപ്പോൾ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസർ, വാവുവിൻ്റെ അലോവേര ജെൽ. ഞാനൊരു 2-3 ഇയേഴ്സ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്കിന്നിന് കംഫർട്ടായത് ഈ ഒരു ഒറ്റ സാധനം മാത്രമാണ്. കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും അങ്ങോട്ട് കംഫർട്ട് അല്ലായിരുന്നു. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഡോക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. സൺസ്ക്രീനും ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, എല്ലാം ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് കംഫർട്ടായത് എൻ്റെ സ്കിന്നിന്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ചൂട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സൺസ്ക്രീൻ ഫുൾ ഇട്ട് കൊടുത്താലും മതിയാവില്ല. അപ്പോൾ ഇനി നമുക്ക് പൊരി കഴുകി കൊടുക്കാം. രണ്ട് പൊരിക അങ്ങോട്ട് നന്നായിട്ട് കറുപ്പിച്ചെടുക്കാം. നമുക്ക് ഞാൻ പൊരി കഴുകിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ദിഗംബറിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ പൊരികം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൽ കുറച്ച് മസ്കാരയൊക്കെ വാരിയാനായിട്ട് പൂശാം. അപ്പോൾ ഞാനിതിൽ ഇട്ട ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ കുറച്ച് ഗിൽറ്ററൊക്കെ വന്നിട്ടുള്ളതാണ്. നല്ലതാട്ടോ, നമ്മുടെ സ്കിന്നിന് നമ്മളത് ഇട്ടതായിട്ട് നമുക്കറിയില്ല, ജസ്റ്റ് ഒരു തിളക്കമുണ്ടാവും നല്ല മിനുക്കിൻ്റെ. പിന്നെ നമുക്ക് താഴെ കണ്ണ് എഴുതി കൊടുക്കാം. രണ്ട് കണ്ണും എഴുതി കൊടുക്കുന്നുണ്ട് ഞാൻ. കാജലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഐലൈനർ നമുക്ക് മുകളിൽ നല്ല വാലിട്ടങ്ങ് എഴുതി കൊടുക്കാം. പഴയ സിനിമയിലേക്ക് കാണുന്ന നടിമാരെപ്പോലെ വാലിട്ട് കണ്ണെഴുതാം. അങ്ങനെ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. സോ ഞാൻ യൂസ് ചെയ്യുന്നത് എൻവൈബേഡ് ആട്ടോ. താഴെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, മുകളിൽ അതങ്ങ് സ്പ്രെഡ് ആയിട്ടുണ്ട്. പൗഡർ ഇടാൻ മറന്നു പോയി കഴിച്ചു. പൗഡർ ഇട്ടു എന്ന് പറയാൻ പറ്റില്ല. പൗഡർ കയ്യിലെടുത്ത് മൊത്തം തുടച്ച് വാരി തൊട്ട് കളഞ്ഞു. എന്നിട്ടാണ് മുഖത്തെടുത്തിട്ടത്. ഒന്നുമില്ല പൗഡർ. ഇനി നമുക്കൊരു പൊട്ട് ഇട്ട് കൊടുത്ത് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം, ഹെയർ. ഇനി ഹെയർ സെറ്റാക്കാനാണ് എനിക്ക് പറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വേണം എൻ്റെ ഹെയർ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ. അങ്ങനെ ആദ്യം ഒരു സ്റ്റൈലൊക്കെ കെട്ടി നോക്കി, പക്ഷെ എനിക്ക് അങ്ങോട്ട് കംഫർട്ട് ആവാത്തതുകൊണ്ട് ഞാൻ അത് വീണ്ടും അഴിച്ച് പറിച്ചിട്ട് വേറൊരു സ്റ്റൈൽ കിട്ടി അതും അങ്ങോട്ട് കംഫർട്ടായില്ല. പിന്നെ എനിക്ക് അഴിക്കാൻ വയ്യ, ടൈം നോക്കിയപ്പോൾ ഒരുപാട് ലേറ്റായി. ഇനി ഞാൻ മുടിയും കൊണ്ട് നിന്നാൽ എൻ്റെ പഞ്ച് പോകും. സോ ഞാൻ അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടിയൊക്കെ വലിച്ച് പറിച്ചെടുത്ത് മുഖത്ത് ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ കോതി നമുക്കിൻ്റെ മുടി എത്ര കോതിയാലും മതിയാവില്ലല്ലോ. അത് പിന്നെ നമ്മൾ പെമ്പിളൊക്കെ അങ്ങനെയാണല്ലോ, കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ മാറില്ല. സോ അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് എത്ര കെട്ടിയിട്ടും ഒരു തൃപ്തി വരണില്ല. അങ്ങനെ ഞാൻ എൻ്റെ മോതിരം എടുത്ത് 2 വിരൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വാച്ച് കെട്ടി. ഇനി നമുക്ക് നമ്മുടെ ബാഗ് കൊടുത്ത് അതിനകത്ത് ചോറും പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടങ്ങ് പോകാം. ഇനി നിന്നാൽ ശരിയാവില്ല, ഡ്യൂട്ടിക്ക് കയറാൻ ലേറ്റാവും ഗൈസ്. സോ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി. എങ്ങനെയുണ്ട് ഗൈസ്? ശുണ്ടരി ആയില്ലേ ഞാൻ? അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ടച്ചപ്പ് കൂടിയുണ്ട്. സാരിയൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കണം. സാരി ഉടുക്കുന്നതിൽ പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസേ അങ്ങ് പോവും. പിന്നെയും
ഇങ്ങനെ കറങ്ങി കറങ്ങി അങ്ങ് നിൽക്കുക. സ്പ്രേ അടിക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ നമുക്ക് ഫൈനലി സ്പ്രേയും കൂടെ എടുത്ത് പൂശിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട്? സെറ്റായില്ലേ? അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഗൈസ്. ബൈ ബൈ.